നമ്മള് ശിംലാക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി നമ്മൾ ബുക്ക് ചെയ്താൽ ടാക്സി. നമ്മൾ ഇൻഡ്രൈവ് എന്ന് പറയുന്ന പുതിയൊരു ആപ്പിലാണ് നമ്മൾ ഈ ഒരു ടാക്സി ബുക്ക് ചെയ്തത്. നമ്മൾ ഈ ആൻഡെക്സിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഡ്രൈവിൽ നല്ലപോലെ പൈസ കുറവുണ്ട്. പക്ഷേ അതിലൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ലോക്കൽ ആൾക്കാരുടെ ടാക്സിയാണ്. നമ്മൾ അവരുടെ അടുത്ത് വില പേശി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ്. പക്ഷേ ഈ ഒരു ടാക്സിയുടെ ക്വാളിറ്റിയും അതേപോലെ ഉള്ള വണ്ടികളുടെ ക്വാളിറ്റിയും നമുക്ക് അങ്ങനെയൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പേശി ഇല്ലാത്തൊരു ടാക്സിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്ക് പൈസ നല്ല രീതിയിൽ കുറവുണ്ട്. ആൻഡെക്സിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 7000 കാണിച്ചിരുന്ന ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇൻഡ്രൈവിൽ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ 5000-ന് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എസെൻഷ്യൽ എന്ന് പേരുള്ള വലിയൊരു മാളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽമാട്ടി സിറ്റിയുടെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈവേ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള കുറെ ഷോപ്പിംഗ് മാളുകൾ, റെസിഡൻസ് ബിൽഡിംഗ് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലൊരു സിറ്റി കൂടെ നമ്മളിപ്പോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൂരെ നമുക്ക് അവിടെ ഒരു ടി വി ടവർ കാണാം കേട്ടോ. നമ്മളിപ്പോ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ കണ്ട പോലുള്ള അതേപോലത്തെ ഒരു ടി വി ടവറാണ്. അൽമാട്ടി സിറ്റി കൂടെയുള്ള നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ കണ്ട വലിയൊരു പ്രത്യേകത, നമ്മളിപ്പോൾ എത്ര വലിയൊരു സിറ്റി ആയാലും അതേപോലെയുള്ള റെസിഡൻസ് ഏരിയ ആയാലും അവിടെ അവർ ആ ബിൽഡിങ്ങുകൾക്ക് ചുറ്റിലും മരങ്ങളൊക്കെ വെച്ച് നല്ല ആ ഒരു ഗ്രീനറി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു ശീലം അവരവിടെ കൊണ്ടുനടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സിറ്റി കൂടെയുള്ള നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. നല്ല നല്ല കാഴ്ചകളാണ്. അതെ, അപ്പം പാട്ട് വെച്ചേക്കാം മേഡ് ഇൻ ഇന്ത്യ അലിഷ. ഗുഡ്, താങ്ക് യു. പസിബ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5000 മീറ്റർ ഉയരത്തിലുള്ള പർവ്വതങ്ങൾക്ക് നടുവിലാണ് ഈ അൽമാട്ടി നഗരം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു നഗരത്തിന്റെ പ്രധാന പ്രത്യേകത. ഈ നഗരത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലുമുള്ള ഈ ഒരു പർവ്വതങ്ങളുടെയും അതേപോലെ പ്രകൃതിയുടെ ഒക്കെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പറ്റുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു അൽമാട്ടി. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ തന്നെ ഈ ഷിംലാക്ക് സ്കീ റിസോർട്ടിന്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് വലിയൊരു ഗേറ്റ് പോലെ ഒരു സംഭവമൊക്കെ കാണാം. അവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഷിംലാക്ക് സ്കീ റിസോർട്ടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റായ മെദ്വ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിയത്. ഇവിടുന്ന് ഷിംലാക്ക് സ്കീ റിസോർട്ടിന്റെ അവിടേക്ക് നമുക്ക് ആ ഒരു കേബിൾ കാർ വഴി പോവാം. അതേപോലെ തന്നെ നമുക്ക് ബൈക്ക് കാർ വഴി നമുക്ക് പോകാം കേട്ടോ. ഞങ്ങൾ ടാക്സിയിലാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കേബിൾ കാറിന്റെ ഏരിയയിൽ നമ്മൾ ഇറങ്ങിയില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വണ്ടി എവിടം വരെ പോകും, അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. നമ്മളിപ്പോ മെദു എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ വന്നേക്കാണ്. പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുന്ന കാറുകൾ അങ്ങോട്ട് അലൗഡ് അല്ല. ഈ മെദു എന്ന് പറയുന്ന ഏരിയയിൽ ഈ ഒരു ബോർഡർ വരെയാണ് നമുക്ക് ഇവിടെ നോർമൽ കാറുകൾക്ക് അലൗഡ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇലക്ട്രിക് കാറുകൾ മാത്രമേ പോകാൻ സമ്മതിക്കുള്ളൂ. അതിന് അവർ പറയുന്നത് 4000 രൂപയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി 4000 കൊടുത്തിട്ട് അങ്ങോട്ട് പോവാം. തിരിച്ച് നമുക്ക് അവിടെ നിന്ന് കേബിൾ കാറിൽ വരാം. പല പല കാറുകളുണ്ടോ. ഈ ഇലക്ട്രിക് കാറുകൾ മാത്രമാണ് അങ്ങോട്ട് അലൗഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളങ്ങനെ ഈ ഇലക്ട്രിക് കാറിൽ നമ്മളിപ്പോ നേരെ മേലേക്ക് ഷിംലാക്ക് ആ സ്കീ റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് വരെയാണ് നോർമൽ കാറുകൾക്ക് അലൗഡ് ഉള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ആ ഒരു 4000 ടങ്കി കൊടുത്തിട്ട് ആ ഒരു ഇലക്ട്രിക് കാർ പിടിച്ചിട്ട് നമ്മൾ നേരെ ഷിംലാക്ക് സ്കീ റിസോർട്ടിന്റെ അടുത്തേക്ക് പോകണം കേട്ടോ. ഏകദേശം 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രൈവാണ് ഈ ഷിംലാക്ക് സ്കീ റിസോർട്ടിലേക്ക് ഉള്ളത്. പക്ഷെ ഭയങ്കര ഹെയർ പിൻ ആയിട്ടുള്ള ഈ വഴികളിൽ കൂടെ പോകാൻ ഭയങ്കര രസമാണ്. ഒന്നാമത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതേപോലെ ഈ ഹെയർ പിൻ വഴി കൂടെ മലനിരകൾക്കിടയിൽ കൂടെ പോകുന്ന ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ ഭയങ്കര രസമാണ്. അത് കസാഖ്സ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായ മൗണ്ടൻ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഷിംലാക്ക് മൗണ്ടൻ റിസോർട്ട്. ഇത് അൽമാട്ടി നഗരത്തിന് സമീപമുള്ള റാൻസ് ഇലി അലാത്തു പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യത്തോടൊപ്പം ആധുനിക സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന നല്ലൊരു വിനോദ കേന്ദ്രമാണ് ഷിംലാക്ക് സ്കീ റിസോർട്ട്. അൽമാട്ടി നഗരത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഷിംലാക്ക് സ്കീ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2260 മീറ്റർ ഉയരത്തിലാണ് ഈ സ്കീ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മളങ്ങനെ ഷിംലാക്ക് സ്കീ റിസോർട്ടിന്റെ അടുത്തിട്ട് ഇതാണ് ഇതിന്റെ ഒരു ഷിംലാക്ക് സ്കീ റിസോർട്ട്. ഇവിടെ ഈ ഒരു കേബിൾ കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രീൻ കാർസ് എന്ന് വന്നിട്ട് ഫുള്ള് ഇലക്ട്രിക് കാറാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഹോണ്ടയുടെ നല്ലൊരു വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇനി സ്കീ റിസോർട്ടിനോട് പോകും. അതിന്റെ കാര്യങ്ങൾ എന്താ നോക്കാം കേട്ടോ. എന്നാലും ഇവിടെ ഇതാണ് ഇതിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്.
ഇതാണ് ഇവിടെ സ്കീ ചെയ്യുന്നിടത്തേക്ക് പോകണം കേബിൾ കാറിന്റെ ഒരു എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ പോവാണെങ്കിൽ കുഴപ്പമില്ല, കേബിൾ കാറിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ ഇതാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് കേബിൾ കാർ. അത് ഈ മലയുടെ മേലേക്ക് പോട്ടെ, അത് മലയുടെ മേലേക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്കീ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അൽമാട്ടിയിലെ സ്കീ അലാത്തു പർവ്വതത്തിലാണ് ഈ ഷിംബുലാക്ക് സ്കീ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ സ്കീ റിസോർട്ട് ഇരിക്കുന്നത് ഏകദേശം 2200 മീറ്റർ ഉയരത്തിലാണ്. പക്ഷേ ഇവിടെയുള്ള ഈ ഒരു കേബിൾ കാറിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 3200 മീറ്റർ ഹൈറ്റിൽ വരെ നമുക്ക് പോവാട്ടോ. അവിടെയുള്ള ആ ഒരു തൽഗാർ പാസ് വരെയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഒരു പോയിന്റ്. മഞ്ഞുകാലത്തൊക്കെ വരികയാണെങ്കിൽ അത്ര ഉയരത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്കീയിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ലോപ്പാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 24 കിലോമീറ്ററോളം ലെങ്തിലുള്ള സ്കീയിങ് ട്രാക്കാണ് ഇവിടെ ഉള്ളത്. ഇതിനേക്കാളും എനിക്കൊരു ഇത്തിരി കൂടി അട്രാക്ഷൻ തോന്നിയത് ജോർജിയയിൽ നല്ല രസമായിട്ട് തോന്നിട്ടോ. ഞങ്ങളത് ആ വിന്റർ ടൈമിൽ പോയതുണ്ടെന്ന് അറിയില്ല. ഇവിടെ ഇനിയിപ്പോൾ വിന്റർ ടൈമിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊക്കെ ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് കിടക്കുമ്പോൾ ഭയങ്കര ഒരു വ്യൂ ഉണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ പിന്നെ കുറെ റെസ്റ്റോറൻറ്റുകൾ, അതിന്റെ പ്രൈസ് നോക്കാം. മൊത്തത്തിലൂടെ പൈസ കൂടുതലായിരിക്കും. നമ്മളിപ്പോ ഷാലറ്റ് ഷിംബുലാക്ക് റെസ്റ്റോറൻറ്റിലാണ് തോന്നിയത്. എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. നല്ല എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഒരു പിസ്സയ്ക്ക് തന്നെ 6500 അവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്നാലും നമ്മളിപ്പോ ഒരു പിസ്സ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പൊ നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട്. നമ്മൾ പിസ്സ വാങ്ങിച്ചല്ലോ, മാർഗരീറ്റ പിസ്സ വാങ്ങിച്ചാൽ 6500 പിസ്സയാണ്. പുറത്തിറങ്ങി വേണമെങ്കിൽ 2000-3000 കിട്ടുന്ന വിചാരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ പൈസയാണ്. ഇത് കേബിൾ കാറിൽ പോകാനുള്ള പരിപാടി നോക്കണം. ഇത് ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞങ്ങൾക്ക് എന്തായാലും ഒരു 7 മണി ആവുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തണം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ പണിയും. കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റിനാണ് ഇവിടെ ആൾക്കാർ ടിക്കറ്റ് തിരക്ക് വെക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ നേരെ പോവാം. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കാസ ടിക്കറ്റ് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഉണ്ടോ, ഭയങ്കര തിരക്കാണ്. Hello. ഹായ്, ഹൗ ആർ യു? India? യു ഫ്രം കസാഖ്? Yes. ബൈ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ താഴെയുള്ള ഏരിയയിലേക്ക് കേട്ടോ. ഈ കാണുന്ന മലയെ കൂടെയാണ് നമ്മൾ ഈ പോകുന്ന കേബിൾ കാറിലാണ് നമ്മൾ ഇനിയിപ്പോ പോകാൻ പോകുന്നത് കേട്ടോ. കുറെ കഫേകളുണ്ട്. ഇപ്പൊ സീസൺ അല്ല, എന്നാലും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ സീസൺ സമയത്ത് വരണമെങ്കിൽ ഭയങ്കര രസമായിരിക്കും. 3200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നൈറ്റ് സ്കീയിങ് ട്രാക്ക് വേൾഡ് റെക്കോർഡാണ്. ഈ റിസോർട്ടില് നമ്മളിപ്പോ കേബിൾ കാറിൽ പോകാൻ പോകുന്നുണ്ട്. നമ്മൾ നേരെ താഴെയുള്ള മെതു എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോ കേബിൾ കാറിൽ പോകാൻ പോകുന്നത്. 8000 രൂപയുടെ ടിക്കറ്റ് വന്നത്. സ്കീ റിസോർട്ട് നല്ല സ്കീ റിസോർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. വിന്റർ സമയത്ത് വരാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. മഞ്ഞുകാലത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്കീ ചെയ്യാം. പക്ഷേ മഞ്ഞുകാലമല്ല, വേനൽക്കാലത്താണ് വരുന്നതെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകൾ കൂടി ഉണ്ട്. നല്ല നല്ല കാഴ്ചകൾ കാണാം. അതേപോലെ തന്നെ ഇവിടെ ഹൈക്കിങ്, മൗണ്ടൻ ക്ലൈംബിങ്, അങ്ങനെ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്. മെതുന്ന് നേരെ കാറിൽ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയേക്കാളും ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് ഈ ഒരു കേബിൾ കാറിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ. താഴെയുള്ള ആ ഒരു മലനിരകളുടെയും അതേപോലെ ആ വാലീസിന്റെയും ചെറിയ ചെറിയ അരുവികളും ട്രഡീഷണൽ ആയ വീടുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. ഭയങ്കര ഹൈറ്റിൽ കൂടെ പോണേ. അതുകൊണ്ട് നമുക്ക് ആ ഒരു മലനിരകളിലേക്ക് ഒരു പനോരമിക്കായിട്ടൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 25 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ വലിയൊരു കേബിൾ കാറിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ താഴത്തേക്ക് എത്തി, മെതു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അപ്പൊ നമ്മളിനി നേരെ ഇപ്പൊ തിരിച്ച് പോവാട്ടോ. നമ്മുടെ ടൂറൊക്കെ ഇന്നിപ്പോ അവസാനിപ്പിച്ചു. ഇവിടെ നിന്ന് നമുക്ക് നേരെ കേബിൾ കാർ എടുത്ത് അതിന്റെ ടോപ്പിലേക്ക് പോവാട്ടോ. പക്ഷെ മെതുന്ന് നമ്മൾ ഷിംബുലാക്കി പോവുകയാണെങ്കിൽ ഒരാൾക്ക് സിംഗിൾ ട്രിപ്പിന് വരുന്നത് 2500 ടങ്കിയാണ്. അതുപോലെ റൗണ്ട് ട്രിപ്പിന് വരുന്നത് 4000 ടങ്കിയാണ്. 3-4 പേരുണ്ടെങ്കിൽ നമുക്ക് കാറിൽ വേണമെങ്കിൽ കാറിൽ പോകാം, അല്ലെങ്കിൽ കേബിൾ കാറിൽ വേണമെങ്കിൽ കേബിൾ കാറിൽ പോകാം. അതൊക്കെ നമ്മുടെ ഒരു ഓപ്ഷനാണ്. പച്ചപ്പ് നിറഞ്ഞേക്കുന്ന ഈ ഒരു മലനിരകൾക്കിടയിലൂടെ നല്ല വെള്ള കളറിൽ ഒഴുകുന്ന ഈ ഒരു നദിയുടെ കാഴ്ചയാണ് ഭയങ്കര രസമാണ്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. പന്ത്രണ്ടാം നമ്പർ ബസ് ഉണ്ട്. അപ്പൊ ഇതിൽ വരാണെങ്കിൽ നമ്മൾ ഈ റിസോർട്ടിന്റെ ഈ ഏരിയയിലേക്ക് വരാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നേരെ കേബിൾ കാറൊക്കെ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ബസ്സിനാണെങ്കിൽ 100 ടങ്കി മാത്രം കൊടുത്താൽ മതിട്ടാ.
അപ്പൊ നമ്മള് യാൻഡെക്സ് ബുക്ക് ചെയ്തേക്കാണ്ടോ നമുക്ക് ബസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം 12 ദിവസം നീണ്ടു നിന്ന നമ്മുടെ ഒരു സെൻട്രൽ ഏഷ്യ ടൂറിലെ ലാസ്റ്റ് ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കസാക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വൈകിട്ട് 7 മണിക്കാണ് നമ്മൾ ബസ് ഉള്ളത്. അപ്പോൾ വീണ്ടും ആ ബസ് രാവിലെ 7 മണിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ ബോർഡറിലെത്തും. അവിടെ നിന്ന് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. രാവിലെ ഈ ബോർഡറിലെത്തി നമ്മൾ നേരെ ഇനി വീണ്ടും ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് നേരെ താഷ്കന്റ് എയർപോർട്ടിൽ പോകണം. ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് 1 മണിക്ക്. അപ്പൊ നമ്മുടെ ട്രിപ്പ് അവസാനിക്കാൻ പോകണ 12ാമത്തെ ദിവസമാണ്. ഇതിപ്പോ തിരിച്ച് പോക്കാണ്. 1 മണിക്ക് ഫ്ലൈറ്റ്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു റൂമിൽ പോയിട്ട് റൂം എടുത്തിട്ട് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവാ നേരെ എയർപോർട്ടിൽ പോവാ എന്നുള്ള പരിപാടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 2 അല്ല ഒരു 5 രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാം കേട്ടോ. ഉള്ളൊരു അവസരം ഉണ്ട്. എന്താ വെച്ചാൽ വിസയ്ക്ക് പൈസ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് 2 ദിവസം 3 ദിവസമൊക്കെ നിന്ന് ട്രാവൽ ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ബോർഡർ ക്രോസ് ചെയ്യുന്ന ബസ്സുകളും വേറെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് വലിയൊരു പ്രശ്നമല്ല. 250, 500, 1000 കിലോമീറ്റർ ആയാലും അതൊരു പ്രശ്നമില്ല. ഇതേപോലെ കിടന്ന് ഉറങ്ങി പോണ ബസ്സുകൾ കുറെ ഉണ്ട്. അങ്ങനത്തെ ഇതിലൊക്കെ പോകണമെങ്കിൽ ഈസിയാണ്. ഇതാണ് ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ബോർഡർ. ബസ്സുകൾ കുറെ കിടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബസ്സിൽ വന്നിട്ട് വേണമെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യാം. അപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങണ്ട. പക്ഷെ അത് സമയം എടുക്കും കേട്ടോ. അതായത് ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാനുള്ള ബസ്സുകളാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അതിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോർഡർ ക്രോസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ താഷ്കണ്ട് എയർപോർട്ടിൽ എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ഇതാണ് താഷ്കണ്ട് എയർപോർട്ടിലെ ആ ഒരു ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ വിസയർ നമ്മൾ നേരെ അബുദാബി എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിച്ചു. വിസയിലുള്ള യാത്രയൊക്കെ നല്ല സൂപ്പറായിരുന്നു. സെൻട്രൽ ഏഷ്യ ടൂറിന്റെ 12ാമത്തെ ദിവസത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ് അതുപോലെ ഇനിയും പുതിയ സീരീസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇതേപോലെ ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പുതിയ എപ്പിസോഡൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ.